വാർത്തകൾ വിശദമായി. KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനെത്തിയപ്പോഴാണ് പ്രതിഷേധക്കാർ എത്തിയത്. മന്ത്രിയുടെ കഴുത്തിനും കൈയിലും പരിക്കേറ്റിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കൊപ്പം സ്പീക്കർ AN ഷംസീറും ഉണ്ടായിരുന്നു. സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ CPIM പ്രതിഷേധമുണ്ടായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രി വീണ ജോർജിനെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ച് പേര് നടന്ന് വന്നിട്ട് അവിടെ ഒന്നും തൊണ്ടുണ്ടായി. പക്ഷേ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാനൊരു അത് രണ്ട് വിഭാഗക്കാരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. യാത്ര അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പരിക്കുന്നുണ്ട്. ശരി ശരി ഞാൻ കേൾക്കാൻ കഴുത്തിന് പരിക്കുന്നുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എൻ്റെ കൂടെ മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോകും. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ജനാധിപത്യം സമരക്കാരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. സമരക്കാരനെ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ. അപ്പോൾ സമരക്കാരെ കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. കോൺഗ്രസ് സാർ പറഞ്ഞ തെരുവിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇവരെ അഡ്മിറ്റ് ചെയ്യണം. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഇപ്പോൾ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വലിയ രീതിയിലൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെയും വലിയ രീതിയിൽ പ്രതികരിച്ചിരുന്നു. വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നും ഇനിയുള്ള ദിവസങ്ങൾ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും ധനകാര്യമന്ത്രി KN ബാലഗോപാലും ഒക്കെ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാക്കൾ ആസൂത്രിതമായി ചെയ്ത ഒരു ആക്രമണമാണ് ഇതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ഒരു പ്രതിഷേധക്കാർക്കെതിരെ നടപടി എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ഒരു 3:30 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നതിനായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് വെച്ചാണ് KSU പ്രവർത്തകർ കരിങ്കൊടികളുമായി പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധത്തിനിടെ ഉണ്ടായ ഉന്തിലും തള്ളിലുമാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റത് എന്നാണ്. കഴുത്തിനും കൈയിനും പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ മന്ത്രി ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എക്സ്റേ അടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പരിശോധനയിൽ കഴുത്തിന് പരിക്കുണ്ട് എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കാര്യമായ പരിക്കുണ്ടോ, മറ്റു വിവരങ്ങളെല്ലാം തന്നെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമാണ് ആശുപത്രി അധികൃതർ തീരുമാനിക്കുമെന്നാണ് ജില്ലാ CPM നേതാക്കളടക്കം അറിയിച്ചത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. നേതാക്കളെല്ലാം തന്നെ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരിക്കേറ്റ ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി അവിടെ എത്തുകയും ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനില വിലയിരുത്തുകയും ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലാ നേതാക്കൾ, CPMന്റെ കണ്ണൂർ ജില്ലാ നേതാക്കളായ KK രാഗേഷ് അടക്കമുള്ളവർ
ഇവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ കയ്യിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. അത് ഈ KSU പ്രവർത്തകർ മർദ്ദിച്ചപ്പോഴാണ് എന്നാണ് CPMന്റെ ആരോപണം. ഇത്തരത്തിൽ കരിങ്കൊടിയുമായി എത്തിയ KSU പ്രവർത്തകരുടെ സംഘം മന്ത്രിക്ക് അരികിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. മന്ത്രിക്ക് ചുറ്റുമുണ്ടായിരുന്ന പോലീസ് വലയം ഭേദിച്ചുകൊണ്ട്, അതായത് സുരക്ഷയൊരുക്കിയിരുന്ന പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് മന്ത്രിയെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ആരോഗ്യമന്ത്രിക്കൊപ്പം തന്നെ സ്പീക്കർ AN ഷംസീറും ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചാണ് ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ ഇരുന്നത്. രാവിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിനായി ഇരുവരും ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യാനിരിക്കുകയായിരുന്നു. സ്പീക്കർ ഷംസീറാണ് സ്റ്റേഷനിൽ ആദ്യം എത്തിയത്. അദ്ദേഹം എത്തുമ്പോഴേ പുറത്ത് പ്രതിഷേധക്കാരെ കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുമ്പോഴാണ് മന്ത്രി വീണ ജോർജ് അവിടേക്ക് എത്തുന്നത്. അവർ കയറി വരുമ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ KSUക്കാരുടെ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. എന്നാൽ പ്രതിഷേധത്തിന് ശേഷം ഈ പ്രവർത്തകരെ KSU പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയും പ്ലാറ്റ്ഫോമിൽ സ്പീക്കറിനടുത്തെത്തിയ മന്ത്രി തനിക്ക് കഴുത്ത് വേദനിക്കുന്നു, നടക്കാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് സ്പീക്കർ AN ഷംസീർ വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം അവിടെ നിന്ന് തന്നെ മറ്റ് CPMന്റെ നേതാക്കളെ വിളിച്ചറിയിക്കുകയും അങ്ങനെ മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയുമായിരുന്നു. പ്രതിഷേധങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും തന്നെ വളർന്നു വന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഒട്ടും അഭിലഷണീയമല്ല എന്നാണ് സ്പീക്കർ പ്രതികരിച്ചത്. ഇത്തരത്തിൽ ആളുകൾക്കെല്ലാം തന്നെ സമരം ചെയ്യാനും പ്രതിഷേധങ്ങൾ ഉയർത്താനും അവകാശമുണ്ട്. ഞാനും അത്തരത്തിൽ പ്രതിഷേധം ചെയ്തുകൊണ്ട് തന്നെ വന്നതാണ്. എന്നാൽ ഇത് ജനാധിപത്യപരമായ ഒരു ഭൂഷണപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷംസീർ മാത്രമല്ല, മറ്റ് ഇടതുപക്ഷ നേതാക്കൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ ഈ ഒരു സംഭവത്തെ വിമർശിച്ചുകൊണ്ട് മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ അതിക്രമം ആസൂത്രിതമായ ഗുണ്ടായിസമാണ് എന്നും രാഷ്ട്രീയ ആഭാസമാണ് എന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ചില ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ കെണിയിൽ LDF പ്രവർത്തകർ വീഴരുത്. കാരണം ഇത് നാടിൻ്റെ സമാധാനം തകർക്കാൻ ഈ നേതൃത്വം നൽകുന്നവർ ശ്രമിക്കുകയാണ്. ആ കെണിയിൽ വീഴരുത് എന്നാണ് അദ്ദേഹം LDF പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. മന്ത്രിമാർ ഒന്നും തന്നെ ഇന്നലെ പൊട്ടിമുളച്ചവരല്ല. അവർ ഒരു നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടെ വളർന്നു വന്നവരാണ്. അപ്പോൾ അത്തരം ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനപ്രതിനിധികളെ ആക്രമിച്ചാൽ ആ ആക്രമിച്ചവർക്കെതിരെ വലിയൊരു പ്രതിഷേധമുണ്ടാവും. സ്വാഭാവികമായും തങ്ങളുടെ ജനപ്രതിനിധികളെ സ്നേഹിക്കുന്ന നാട്ടുകാർ പ്രകോപിതരാവും. അങ്ങനെ സംഘർഷങ്ങളുണ്ടാവും. അങ്ങനെ സംഘർഷം ഉണ്ടാക്കാനാണ് ഈ ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നത്. അതിൽ ആരും ഈ കെണിയിൽ പെടരുത്. സമാധാനപരമായ പ്രതിഷേധങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിൽ 5 KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ UDF നേതൃത്വം വലിയ രീതിയിൽ ഇതിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം നടപടിയെടുക്കും. കാരണം ദൃശ്യങ്ങളിൽ നിന്നും മന്ത്രിക്കടുത്തേക്ക് പ്രതിഷേധക്കാർ എത്തിയിട്ടില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്നത് നുണയാണ് എന്നെല്ലാമാണ് കോൺഗ്രസ് അടക്കമുള്ളവർ വാദിക്കുന്നത്. മന്ത്രി പണ്ട് പഠിച്ച കലോത്സവ വേദികളിലെ നാടകം മറന്നിട്ടില്ല എന്നും അഭിനയമാണ് എന്നും രക്തസാക്ഷിവാദമാണ് ഇതെന്നും എല്ലാം കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. എന്തായാലും VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് പ്രതിഷേധക്കാർ ആരും തന്നെ മന്ത്രിക്കടുത്തേക്ക് എത്തുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കും. അതുവരെ ഇലക്ഷൻ അടുത്തിരിക്കുന്നതിനാലാണ് ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ടുവരുന്നത് എന്നെല്ലാമാണ് കോൺഗ്രസിൻ്റെ ആരോപണം. എന്തായാലും ഇപ്പോൾ ഈ മന്ത്രി പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. ശരി, വ്യക്തമാണ്. KSUവിൻ്റെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിലാണ് ഇപ്പോൾ 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാരെത്തിയത്. എന്തായാലും മന്ത്രിയുടെ കഴുത്തിനും കൈക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കൊപ്പം സ്പീക്കർ AN ഷംസീറും ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ CPIMന്റെ പ്രതിഷേധമുണ്ടായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രി വീണ ജോർജിനെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.